Hi and welcome to the new video. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഒക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള ഒന്ന് രണ്ട് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഐഡൻറ്റിക്കൽ കോയിൽസ് ഓഫ് 400 ടേൺസ് ഈച്ച് ലൈ ഇൻ പാരലൽ പ്ലെയിൻ ആൻഡ് പ്രൊഡ്യൂസ് ഫ്ലക്സ് ഓഫ് 0.04 വെബർ. ഇഫ് എ കറണ്ട് ഓഫ് 8 ആംപിയർ ഫ്ലോയിങ് ഇൻ വൺ കോയിൽ, ഫൈൻഡ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദി കോയിൽസ്. അപ്പോൾ രണ്ട് കോയിലുകളുടെ കേസാണ് പറയുന്നത്. രണ്ട് കോയിലുകൾ പറയുന്നുണ്ട്. രണ്ട് കോയിലുകളുടെയും നമ്പർ ഓഫ് ടേൺസ് എന്തായിട്ടാണ് പറയുന്നത്? സെയിം ആയിട്ടാണ് പറയുന്നത്. സെയിം നമ്പർ ഓഫ് ടേൺസ് ഉള്ള രണ്ട് കോയിലുകൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം എന്താ, N1ഉം N2 ആണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് വിളിക്കുക. N1ഉം N2ഉം എത്രയാണ്? 400 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണ്? Phi is equal to 0.04 വെബർ. കറണ്ട് തന്നിട്ടുണ്ട് എത്രയാ? ഇഫ് കറണ്ട് ഓഫ് 8 ആംപിയർ ഫ്ലോയിങ് ഇൻ വൺ കോയിൽ, അപ്പോൾ നമുക്ക് I1 എടുക്കാൻ വേണമെങ്കിൽ 8 ആംപിയർ ഫ്ലോയിങ് ഇൻ വൺ കോയിൽ, ഫൈൻഡ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദി കോയിൽസ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതാമെന്നത് മാത്രമേ ഉള്ളൂ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈക്വൽ ടു എന്താ? N2 × Φ1/I1 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? N1 × Φ2/I2. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, വാല്യൂസ് എടുത്ത് ഇവിടെ കൊടുക്കാമെന്ന് മാത്രം തന്നെയുള്ളൂ. 400 ആണ് ഇൻറ്റു ഫ്ലക്സ് എത്രയാണ്? 0.04. കറക്റ്റ് യൂണിറ്റ് തന്നെയാണ്. കറണ്ട് 8 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് യൂണിറ്റ് എന്ത് തന്നെയാണ്? ഹെൻറിയാണ്. 2 ഹെൻറി എന്നുള്ളത് കിട്ടും. അപ്പോൾ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റനിലോട്ട് വരാം. അപ്പോൾ അടുത്ത ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? A coil is wound with 220 turns and has a resistance of 50 ohms. Coil is wound with 220 turns, has a resistance of 50 ohms. If existing voltage is 200 volt and magnetic flux is 0.808 Weber, calculate the self inductance of the coil. അവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. L ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. L is equal to നമുക്കറിയാം എന്താ? N∅/I. ഇതാണ് നമുക്കിവിടെ വേണ്ടത്. തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കുക. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്, എത്രയാ? 220 ആണ് എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്രയാണ് ആ കോയിലിൻ്റെ? 50 ഓം ആണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട്, എത്രയാ? 200 വോൾട്ട് ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫ്ലക്സും തന്നിട്ടുണ്ട്, എത്രയാ? 0.08 വെബർ ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് N ഇവിടെ അവൈലബിൾ ആണ്. എന്താ പറയുക, ഫൈ അവൈലബിൾ ആണ്. I ഇല്ല, പക്ഷേ I കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. സോ I is equal to V/R വരും. 200/50 which will be 4 amperes. ഇത് ജസ്റ്റ് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ? 220 ഇൻറ്റു ഫ്ലക്സ് 0.08 ഡിവൈഡഡ് ബൈ 4 which will be equal to 4.4 ഹെൻറി. ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഡയറക്റ്റ് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കോയിൽ ഓഫ് 200 ടേൺസ് ക്യാരീസ് എ കറണ്ട് ഓഫ് 4 ആംപിയർ. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് വിത്ത് ദി കോയിൽ ഈസ് 0.02 വെബർ. Calculate the inductance of the coil, and if the current is uniformly reversed in 0.02 second, calculate the self-induced EMF in the coil. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഡാറ്റ നോക്കാം. തന്നിട്ടുള്ള ഡാറ്റ എന്തൊക്കെയാണ്? N തന്നിട്ടുണ്ട്, എത്രയാണ്? 200 ടേൺസ് ആണ്. N 200 തന്നിട്ടുണ്ട്. കറണ്ട് തന്നിട്ടുണ്ട്, എത്രയാണ്? 4 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. ഫ്ലക്സ് ലിങ്കേജ് തന്നിട്ടുണ്ട്, അതായത് ഫ്ലക്സ് തന്നിട്ടുണ്ട് 0.02 വെബർ ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആദ്യം നമുക്ക് എന്ത് കാണാം? L കാണാമല്ലോ. L is equal to എന്താ? N∅/I. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ 200 ഉണ്ട് തന്നിട്ടുണ്ട് ഇൻറ്റു 0.02 ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 which will be equal to what? 1 ഹെൻറി. ഇപ്പോൾ 1 ഹെൻറി ആണ് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? L കിട്ടുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ ഒറ്റ കോയിലാകുമ്പോൾ നമുക്ക് സിംഗിൾ ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ ആലോചിച്ചാൽ മതി. ഇൻഡക്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അത് പ്രകാരം -LdI/dt ആണ് നമുക്കിവിടെ എക്സ്പ്രഷൻ വരിക. നമ്മൾ L കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ DT ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 0.02 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഇനി കറണ്ട് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്. d∅ പറയുന്ന പോലെ തന്നെയാണ് DI എന്ന് പറഞ്ഞാൽ -2I ആയിട്ടാണ് എടുക്കുക. അതായത് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കറണ്ട് നെഗറ്റീവ് ആവും. അപ്പോൾ 4 ഉള്ളത് -4 ആവും. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് എന്താ വരിക? -4 വരും, -8 വരും. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, -2I, -2 ഇൻറ്റു 4 which will be equal to -8 ആംപിയർ. അതാണ് DI വരിക. അപ്പോൾ ഇതോടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് -1 ഇൻറ്റു എന്ത് വരും?
minus 8 divided by 0.02 which will be equal to 400 വോൾട്ട്. ഇത്രയാണ് ഇതിലും നമുക്ക് ചെയ്യാനുള്ളതായിട്ടുള്ളൂ. ഇപ്പം ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതിൽ കൂടി നോക്കാം. An air-cooled coil has 450 turns and has a mean diameter of 30 centimeter. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 450 ആണെന്ന് ആദ്യം തന്നെ എഴുതി പോകുന്നത് മാത്രം. ഡയമീറ്റർ ഓഫ് എന്ത് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ സെൻറ്റിമീറ്റർ ഒക്കെ തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൺവേർട്ട് ചെയ്ത് വയ്ക്കുക. 30 × സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്താ 10⁻⁻2 മീറ്റർ. ആൻഡ് ആസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് 3 സ്ക്വയർ സെൻറ്റിമീറ്റർ, അതായത് cm² എന്നാണ് തന്നിട്ടുള്ളത്. സോ 3 ഇൻറ്റു എന്ത് എഴുതണം 10⁻⁻4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിലും പിന്നെ എന്താ ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് എപ്പോഴാണ് 2 ആംപിയർ എന്ന് പറയുന്ന ഒരു കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ I = 2 ആംപിയർ തന്നിട്ടുണ്ട്, DT എന്ന് പറയുന്നത് 0.04 സെക്കൻഡിൽ അതിനെ റിവേഴ്സ് ചെയ്യുന്നു. അതായത് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ DI = -2I എന്ന് വരും. അതായത് മൈനസ് എന്ത് വരും -4 എടുക്കാം നമുക്ക്, -4 ഈ ഒരു കേസിൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് L ആണ്. അപ്പോൾ എല്ലിനുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിന് വേറെ എക്സ്പ്രഷൻ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ n²/s എന്നുള്ള ഒരു എക്സ്പ്രഷൻ കൂടി എടുക്കാം. അതിൽ S എന്ന് പറയുന്നത് നമ്മുടെ റിലക്റ്റൻസ് ആണ്. S = L/ എന്തായിരുന്നു μ0 × μr × A ആണ്. വേർ μ0ൻ്റെ വാല്യൂ ഓർമ്മ ഉണ്ടാവണം 4π × 10⁻⁻7 ആണ്. ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് നേരെ അതിലേക്ക് കിട്ടാൽ മതി. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലിൻ്റെ വാല്യൂ കിട്ടും. L = കിട്ടുക 8.1 × 10⁻5 ഹെൻറി എന്നാണ് കിട്ടുക. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF ഇനി കാണാമല്ലോ. ഇൻഡ്യൂസ്ഡ് EMF = ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ വരിക. സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMFനുള്ള എക്സ്പ്രഷൻ LdI എന്ത് ചെയ്താൽ മതി DT ചെയ്താൽ മതി. നമുക്കറിയാം -8.1 × 10⁻5 ആണ്. DI/dt എന്ന് പറയുമ്പോൾ എന്ത് വരും -4 / 0.04 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 8.1 × 10⁻³ വോൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയുന്നത്.